നിങ്ങൾക്കറിയാമോ, ഇസ്രയേൽ പോലൊരു ചെറു രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ സംഘടന എങ്ങനെയാണ് ലോകത്ത് എന്നും ചർച്ചകളിൽ ഇടം പിടിക്കുന്നതെന്ന്? എന്താണ് മൊസാദ് എന്നും എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും പൂർണ്ണമായും മനസ്സിലാക്കുക പ്രയാസമാണ്. എങ്കിലും കാറ്റിൻ്റെ വേഗവും വായുവിൻ്റെ രൂപവുമായി മരണഭയമില്ലാതെ മരണം വിതയ്ക്കുന്ന ജൂതന്മാരുടെ ആ സംഘത്തിലേക്കാണ് ഇക്കുറി നാം പോകുന്നത്. ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, എല്ലാ നയതന്ത്ര പ്രാധാന്യമുള്ള ചർച്ചകളും ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, എല്ലാ പടനീക്കങ്ങളും വെടിക്കോപ്പുകളുടെ ശേഖരണവും അറിയുന്നുണ്ടെങ്കിൽ, അതീവ രഹസ്യമായി ലോകശക്തികൾ നടത്തുന്ന അണുപരീക്ഷണങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ, അവനൊരേയൊരു പേരേയുള്ളൂ, അതാണ് മൊസാദ്. അമേരിക്കയുടെ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയോടും ബ്രിട്ടൻ്റെ MI6നോടും ഇന്ത്യയുടെ റോയോടും പാകിസ്ഥാൻ്റെ ISIയോടുമൊന്നും ഉപമിക്കാൻ കഴിയാത്തത്ര ശക്തവും നിഗൂഢവുമാണ് മൊസാദ്. ലോകത്തിനെന്നും ചോര മരവിപ്പിക്കുന്ന ചരിത്രം എഴുതി നൽകിയ ആ സംഘടനയുടെ ചരിത്രം ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്നതിൻ്റെ ഹീബ്രു പദമാണ് മൊസാദ്. അമൻ എന്ന് വിളിപ്പേരുള്ള മിലിറ്ററി ഇൻ്റലിജൻസും ഷിൻബെറ്റ് എന്നറിയപ്പെടുന്ന ആഭ്യന്തര സുരക്ഷാ ഏജൻസിയും പിന്നെ മൊസാദുമാണ് ഇസ്രയേലിൻ്റെ 3 സുപ്രധാന രഹസ്യാന്വേഷണ ഏജൻസികൾ. വിദേശ രഹസ്യാന്വേഷണ ശേഖരണം, രഹസ്യാന്വേഷണ വിശകലനം, രഹസ്യപ്രവർത്തനങ്ങൾ എന്നിവയാണ് വളരെ ലളിതമായി പറഞ്ഞാൽ ഈ സംഘത്തിൻ്റെ ചുമതല. ഇന്ന് നാം അറിയുന്ന മൊസാദായി ഈ സംഘം വളർന്നതിന് പിന്നിൽ വലിയ വലിയ ത്യാഗങ്ങളുടെയും അപമാനങ്ങളുടെയും കഥ പറയാനുണ്ട് ഇസ്രയേലിലെ ഓരോ യഹൂദനും. ശത്രുരാജ്യങ്ങൾക്ക് നടുവിൽ നിലകൊള്ളുന്ന ലോകത്തിലെ ഏക ജൂതരാഷ്ട്രത്തിൻ്റെ നട്ടെല്ലും തലച്ചോറുമായ മൊസാദിൻ്റെ പിറവി 1949 ഡിസംബറിലായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോഓർഡിനേഷൻ എന്നതായിരുന്നു ആദ്യ നാമം. ആദ്യ നാളുകളിൽ രഹസ്യാന്വേഷണ സംഘത്തിന് പറയാൻ അത്ര നല്ല കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നു മാത്രവുമല്ല, 1951 ബാഗ്ദാദിൽ ഈ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഒരു സംഘം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിക്ക് രാജ്യത്തിനകത്തും പുറത്തും വലിയ നാണക്കേട് ഉണ്ടാക്കുകയായിരുന്നു. ഷിൻബെറ്റിൻ്റെ തലവനായി സേവനമനുഷ്ഠിച്ച ഇസൻ ഹാരൽ 1952 മൊസാദിൻ്റെ തലവനായി എത്തുന്നതോടെയാണ് ഈ സംഘത്തിൻ്റെ തലവര മാറുന്നത്. 1952 മുതൽ 63 വരെയുള്ള 11 വർഷക്കാലം കൊണ്ട് ഇസൻ ഹാരൽ ലോകമെമ്പാടും കടന്നു കയറി തങ്ങളുടെ ദൗത്യം ആരുമറിയാതെ നിർവഹിക്കാൻ ശേഷിയുള്ള സംഘടനയാക്കി മൊസാദിനെ വളർത്തി. 1960 മുൻ നാസി അഡോൾഫ് ഐച്ച്മാനെ അർജന്റീനയിൽ വെച്ച് മൊസാദ് സംഘം പിടികൂടുകയും യുദ്ധക്കുറ്റങ്ങൾക്ക് വിചാരണ നേരിടാൻ ഇസ്രയേലിലേക്ക് കൊണ്ടുവരികയും ചെയ്തതോടെ മൊസാദിൻ്റെ ഇച്ഛാശക്തിയും ധൈര്യവും ലോകം മനസ്സിലാക്കി. തങ്ങളുടെ പ്രഖ്യാപിത ശത്രുക്കളായ അറബ് രാജ്യങ്ങളുടെ അരമനകളിലും അന്തഃപുരങ്ങളിലും പോലും മൊസാദിൻ്റെ ഏജന്റുമാർ ഭയലേശമന്യേ കടന്നു ചെന്നു. ആർക്കും ഒരിക്കൽ പോലും സംശയം തോന്നാത്തവരായിരുന്നു മൊസാദിൻ്റെ ഏജന്റുമാർ. എലി കോഹൻ എന്ന ഈജിപ്ഷ്യൻ വംശജനായ ജൂതൻ ഇത്തരത്തിൽ വലിയ ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട ഏജന്റായിരുന്നു. സിറിയൻ വ്യവസായിയായി വേഷമിട്ട് സിറിയൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉയർന്ന പദവികളിൽ എലി കോഹൻ എത്തപ്പെട്ടു. 1965 ഇദ്ദേഹം പിടിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു എന്നത് വേറെ കാര്യം. ശത്രുരാജ്യങ്ങളുടെയും മിത്രരാജ്യങ്ങളുടെയും രഹസ്യങ്ങൾ ചോർത്തുക എന്നതല്ല മൊസാദിൻ്റെ ചുമതല. ഇസ്രയേലിൻ്റെ അതിരുകൾക്ക് പുറത്ത് ഇസ്രയേലിൻ്റെ രഹസ്യ പോലീസും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും എല്ലാം മൊസാദാണ്. അതായത് ഇസ്രയേലിനെതിരെ നിൽക്കുന്നവരെ കണ്ടെത്തുകയും വധിക്കുകയും ചെയ്യുന്നതിന് ഈ സംഘത്തിന് യാതൊരു മടിയുമില്ല. ഇസ്രയേൽ പൗരന്മാരെ ഒഴികെ ആരെയും ഇസ്രയേലിന് പുറത്ത് വെച്ച് കൊലപ്പെടുത്താനുള്ള അധികാരം ഇസ്രയേൽ ഭരണകൂടം ഈ സംഘത്തിന് നൽകിയിട്ടുണ്ട്. 1972 മ്യൂണിച്ച് ഒളിമ്പിക് ഗെയിംസിൽ ഇസ്രയേലി കായിക താരങ്ങളെ കൂട്ടക്കൊല ചെയ്തതിന് ഉത്തരവാദികളായ അറബ് ഗറില്ല നേതാക്കളെ മൊസാദ് ഏജന്റുമാർ കണ്ടെത്തി വധിച്ചു. ദൈവക്രോധം എന്ന പേരിലാണ് മൊസാദ് ഈ ഓപ്പറേഷൻ നടത്തിയത്. യൂറോപ്പ്, പശ്ചിമേഷ്യ, നോർത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ വെച്ച് നിരവധി പലസ്തീൻ നേതാക്കളാണ് കൊല്ലപ്പെട്ടത്. ഈ നേതാക്കളുടെ എല്ലാം രക്തം പുരണ്ടതാകട്ടെ മൊസാദിൻ്റെ കൈകളിലും. 1981 ഇറാഖിലെ ഒസിറാഗ് ആണവ നിലയത്തെക്കുറിച്ച് രഹസ്യ വിവരം ശേഖരിച്ച് വ്യോമാക്രമണത്തിലൂടെ അത് തകർത്തതും മൊസാദിൻ്റെ വലിയ ഓപ്പറേഷനുകളിൽ ഒന്നാണ്. സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപകാലത്ത് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20ാം പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായി പോലും മൊസാദിൻ്റെ ഏജന്റുമാർ ഉണ്ടായിരുന്നുവെന്നറിയുമ്പോഴാണ് ആ സംഘത്തിൻ്റെ ധൈര്യവും വ്യാപ്തിയും എത്രത്തോളമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആ സമ്മേളനത്തിൽ ജോസഫ് സ്റ്റാലിനെ തള്ളിപ്പറഞ്ഞ് ക്രൂഷ്ചേവ് നടത്തിയ പ്രസംഗം പുറത്തു കൊണ്ടുവന്നുകൊണ്ടാണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതങ്ങളിൽ തങ്ങളുടെ ഏജന്റുമാരുണ്ടെന്ന് മൊസാദ് ലോകത്തിന് മുന്നിൽ തെളിയിച്ചത്. മനുഷ്യമാംസം തിന്നുന്നയാളെന്ന് പേരുള്ള ഈദി അമീൻ ഭരിക്കുന്ന കാലത്ത് ഉഗാണ്ടയിലെത്തി വെറും 58 മിനിറ്റുകൾ നീണ്ട ഓപ്പറേഷനൊടുവിൽ 106 ബന്ദികളിൽ 103 ബന്ദികളെയും ജീവനോടെ മോചിപ്പിച്ച ഇസ്രായേൽ സൈന്യത്തിൻ്റെ എൻഡബെ റെയ്ഡ് എന്ന ഓപ്പറേഷൻ തണ്ടർബോൾട്ടിന് ഊർജ്ജം നൽകിയതും മൊസാദായിരുന്നു.
ഭീകരർ റാഞ്ചിയ വിമാനം സൂക്ഷിച്ചിരുന്ന ഉഗാണ്ടയിലെ എൻഡബെ വിമാനത്താവളത്തിന്റെ ബ്ലൂ പ്രിന്റ് എടുത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുത്തു മൊസാദ്. സ്വന്തം കൈവെള്ളയിലെ രേഖകളേക്കാൾ എൻഡബെ വിമാനത്താവളത്തിന്റെ ഓരോ കോണും ഹൃദിസ്ഥമാക്കിയാണ് ഇസ്രായേൽ സൈനികർ ഓപ്പറേഷൻ തണ്ടർബോൾട്ടിന് ഉഗാണ്ടയിലെത്തിയത്. 1976 ജൂൺ 27-ന് ഫലസ്തീൻ വിമോചന പോരാളികൾ റാഞ്ചിയ എയർ ഫ്രാൻസ് വിമാനത്തിലെ യാത്രക്കാരെ രക്ഷിക്കാൻ ഇസ്രായേൽ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ തണ്ടർബോൾട്ട്. ഉഗാണ്ടയിലെ എൻഡബെ വിമാനത്താവളത്തിലായിരുന്നു ബന്ദികളുമായി വിമാനം റാഞ്ചിയ ഭീകരർ എത്തിയത്. 1976 ജൂലൈ 4-ന് പ്രാദേശിക സമയം രാത്രി 11:01-ന് എൻഡബെ വിമാനത്താവളത്തിലിറങ്ങിയ ഇസ്രായേൽ സൈനികർ വെറും 58 മിനിറ്റുകൾ കൊണ്ട് തങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ചു മടങ്ങി. അന്നത്തെ ഏറ്റുമുട്ടലിൽ 7 തീവ്രവാദികളും 45 യുഗാണ്ടൻ സൈനികരും 3 ബന്ദികളും കൊല്ലപ്പെട്ടു. ബന്ദികളിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ദൈവം പോലും അറിയാതെ കൊല്ലുന്നവരെന്നാണ് ലോകം മൊസാദിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ മൊസാദ് ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുന്നതിന് ചില സ്ട്രാറ്റജികളുമുണ്ടത്രേ. ഇത് സംബന്ധിച്ച് മൊസാദോ ഇസ്രയേലോ ആധികാരികമായ ഒരു വിവരവും പുറം ലോകത്തിന് നൽകിയിട്ടുമില്ല. എന്നാൽ മൊസാദിന്റെ കൊലപാതകം സംബന്ധിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമുണ്ട്. മൊസാദ് ദ ഗ്രേറ്റസ്റ്റ് മിഷൻ ഓഫ് ദ ഇസ്രായേൽ സീക്രട്ട് സർവീസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. മൈക്കൽ ബാർ സോഹർ, നിസി മിഷൽ എന്നിവർ ചേർന്നെഴുതിയ ആ പുസ്തകത്തിൽ മൊസാദ് ഒരാളെ കൊലപ്പെടുത്തുന്നതിൻ്റെ സ്ട്രാറ്റജിയെപ്പറ്റി വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മൊസാദിന് ഒരാളെ കൊല്ലണമെങ്കിൽ ആദ്യം നോമിനേഷൻ നടത്തണം. രാജ്യത്തിലെ ഏതെങ്കിലും ഇൻ്റലിജൻസ് ഏജൻസിയിൽ നിന്നോ മന്ത്രിസഭയിൽ നിന്നോ നോമിനേഷൻ വരാം. ഇന്ന വ്യക്തിയെ കൊലപ്പെടുത്തണം എന്ന നിർദ്ദേശമാണ് നോമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊലപാതകത്തിൻ്റെ സാധ്യതാ പഠനമാണ് രണ്ടാം ഘട്ടം. നോമിനേഷൻ കിട്ടിയ വ്യക്തി കൊല്ലപ്പെടേണ്ടയാളാണോ എന്ന പരിശോധനയും ഈ ഘട്ടത്തിൽ നടക്കും. തുടർന്ന് എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ, എന്തായുധം ഉപയോഗിച്ച് കൊല്ലുന്നതാണ് ഉത്തമം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തും. രാജ്യത്തെ എല്ലാ ഇൻ്റലിജൻസ് ഏജൻസികളുടെയും തലവന്മാർ അംഗങ്ങളായ വരാഷ് എന്ന് വിളിപ്പേരുള്ള കമ്മിറ്റിയിൽ കൊല്ലപ്പെടേണ്ട ആളുടെ പേരും കാരണവും കൊലപ്പെടുത്തുന്നതിൻ്റെ രീതിയും അടങ്ങുന്ന വിശദ വിവരങ്ങൾ അവതരിപ്പിക്കുമത്രേ. കൊലപാതകം സംബന്ധിച്ച് എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ വേണമെങ്കിൽ ഇവിടെ നടക്കും. ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ കൊലപാതകത്തിൻ്റെ പ്രപ്പോസൽ എത്തുന്നത്. മൊസാദിൻ്റെ എല്ലാ കൊലപാതകങ്ങളും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഉത്തരവിൻ്റെ പുറത്താണ് നടപ്പിലാക്കുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രിക്കും ഇതിൽ വലിയ റോളുണ്ട്. ഇവരുടെ കയ്യിലുള്ള ഒരു യെല്ലോ ബുക്കിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ ബുക്കിൽ പേര് വന്നാൽ പിന്നെ കാലന് പോലും ഒന്നും ചെയ്യാനാകില്ല. കാലൻ പണി മുടക്കിയാലും അയാൾ കൊല്ലപ്പെട്ടിരിക്കും. പ്രധാനമന്ത്രിയിൽ നിന്നുള്ള അന്തിമ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ മൊസാദിൻ്റെ അണ്ടർ കവർ ഓപ്പറേഷണൽ ബ്രാഞ്ചായ സിസേറിയ കാര്യങ്ങൾ ഏറ്റെടുക്കും. ഇരയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ കില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റായ കിഡോണിലേക്ക് കാര്യങ്ങളെത്തും. ഇവരുടെ പരിശീലനം സിദ്ധിച്ച കൊലയാളികളാണ് വധം നടപ്പാക്കുന്നത് അത്രേ. സമീപകാലത്ത് മൊസാദ് നടത്തിയ 2 വധങ്ങളാണ് ഏറ്റവും അധികം ശ്രദ്ധ നേടിയത്. ഇറാന്റെ ആണവ പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൊഹ്സിൻ ഫക്രുസാദയുടെ കൊലപാതകവും അതുപോലെ ഇറാന്റെ ഖുദ്സ് സേനാ തലവൻ ഖാസിം സുലൈമാനിയുടെ വധവും മൊസാദിന്റെ കൈകളാലാണെന്നാണ് പറയപ്പെടുന്നത്. 2020 നവംബർ 27-നാണ് സ്വന്തം ഭാര്യയ്ക്കൊപ്പം കാറിൽ സഞ്ചരിക്കവേ ടെഹ്റാനിൽ വെച്ച് ഫക്രുസാദെ കൊല ചെയ്യപ്പെടുന്നത്. ഒപ്പമുണ്ടായിരുന്ന ഭാര്യയ്ക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ 13 വെടിയുണ്ടകളാണ് ഫക്രുസാദയുടെ ശരീരം തുളച്ച് കടന്നുപോയത്. ഇസ്രയേൽ, ഇറാൻ പൗരന്മാരുൾപ്പെടെ മൊസാദിന്റെ 20ഓളം ഏജന്റുമാർ ചേർന്ന് നടത്തിയ ദൗത്യം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന നിസാൻ പിക്കപ്പ് ട്രക്കിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന ഭീമൻ തോക്ക് വിദൂരത്തിലിരുന്ന് നിയന്ത്രിച്ചുകൊണ്ടാണത്രേ പൂർത്തിയാക്കിയത്. ദൗത്യം ലക്ഷ്യം കണ്ടതിന് പിന്നാലെ പിക്കപ്പും ബോംബ് സ്ഫോടനത്തിലൂടെ തകർത്ത ശേഷമാണ് സംഘം സ്ഥലം വിട്ടത്. ഇറാന്റെ ഖുദ്സ് സേനാ തലവൻ ഖാസിം സുലൈമാനിയെ ഇറാഖിൽ വെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിലും മൊസാദിന് പങ്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 2020 ജനുവരി 3-നാണ് ഖാസിം സുലൈമാനി ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ രാജ്യം നടത്തിയ ഏക വധശിക്ഷയ്ക്ക് പിന്നിലും മൊസാദിന്റെ കരങ്ങൾ തന്നെയാണ്. നാസി ഷുഡ്സ്റ്റാഫൽ ഉദ്യോഗസ്ഥനും നാസി നേതാക്കളിൽ ഒരാളുമായിരുന്ന അഡോൾഫ് ഐക്മാൻ 1933-ൽ ജർമ്മനിയുടെ സെക്യൂരിറ്റി സർവീസിൽ ചേർന്ന ഐക്മാനെ അതിൻ്റെ ജൂതകാര്യങ്ങൾ നോക്കുന്ന സമിതിയുടെ തലവനാക്കി. ഇതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം ഹിംസയും കലാപവും സാമ്പത്തിക ഉപരോധങ്ങളും കൊണ്ട് ജൂതരെ പൊറുതിമുട്ടിച്ച് നാടുകടത്തുക എന്നതായിരുന്നു. ഷുഡ്സ്റ്റാഫൽ നേതാവ് റീൻഹാർഡ് ഹേഡ്രിക്കിന്റെ നിർദ്ദേശപ്രകാരം ജൂതന്മാരെ കൂട്ടമായി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എത്തിക്കാനും കൂട്ടക്കല നടത്താനുമുള്ള ഏർപ്പാടുകൾ സജ്ജീകരിക്കാനുള്ള ഉത്തരവാദിത്തമായിരുന്നു എയ്ക്മാന്. 1941-ൽ നാസികൾ സോവിയറ്റ് യൂണിയനിലേക്കുള്ള കടന്നുകയറ്റം തുടങ്ങിയപ്പോഴേക്കും ജൂതരെ നാടുകടത്തുക എന്നതിൽ നിന്നും മാറി ഉന്മൂലനം ചെയ്യുക എന്നതായി അവരുടെ ലക്ഷ്യം. 1945-ൽ യുദ്ധത്തിൽ ജർമ്മനി തോറ്റതോടെ ഐക്മാൻ ഓസ്ട്രിയയിലേക്ക് നാടുവിട്ടു. 1950 വരെ അവിടെ കഴിഞ്ഞ എയ്ക്മാൻ കൃത്രിമ രേഖകളുടെ സഹായത്തോടെ അർജന്റീനയിലേക്ക് രക്ഷപ്പെട്ടു. അവിടെ ബെൻസ് കമ്പനിയുടെ ഉദ്യോഗസ്ഥനായി കഴിഞ്ഞ എയ്ക്മാനെക്കുറിച്ച് വിവരം ലഭിച്ച മൊസാദ് 1960-ൽ അവിടെ നിന്ന് പിടികൂടി ഇസ്രയേലിൽ എത്തിക്കുകയും
യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങളും യൂതജനതയ്ക്ക് എതിരെയുള്ള കുറ്റങ്ങളും അടക്കം 15 ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തി വിചാരണ ചെയ്തു. മിക്കവയിലും കുറ്റക്കാരൻ എന്ന് കണ്ടെത്തപ്പെട്ട എയ്ക്മാനെ 1962 ജൂൺ 1 തൂക്കിക്കൊന്നു. ഏറ്റവും ഒടുവിലായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നിലും മൊസാദിന് പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ മൊസാദിനെ അടുത്തറിയുന്നവർ ആ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. 2 കാരണങ്ങളാണ് അന്താരാഷ്ട്ര വിദഗ്ധർ മൊസാദിന്റെ പങ്ക് നിഷേധിക്കുന്നതിന് കാരണമായി പറയുന്നത്. മൊസാദ് ഇതുവരെയും ഒരു രാഷ്ട്രത്തലവനെ വധിച്ചിട്ടില്ല എന്നതാണ് ഒന്ന്. മറ്റൊന്ന്, മൊസാദിന്റെ മോഡസ് ഓപ്പറാൻഡി ഇങ്ങനെയല്ല എന്നതാണ്. അവർ ഒരാളെയും അപകടമരണത്തിന് വിട്ടുകൊടുക്കില്ലത്രേ. ചതിയിൽ വഞ്ചന പാടില്ലല്ലോ.